ആദ്യ ഭാഗത്തിൽ നോ യു കനോട്ട് ലീവ് മീ എന്ന മെസ്സേജ് കണ്ട് സ്തംഭിച്ച് ഞാൻ നിൽക്കുമ്പോൾ വീണ്ടും ഫോൺ നോട്ടിഫിക്കേഷൻ വന്നതും എൻ്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് ഓടിയിരുന്നു. മൊബൈൽ സ്ക്രീനിൽ വീണ്ടും ഒരു മെസ്സേജ്, ടേണർ ഓൺ. ഞാൻ മെല്ലെ തിരിഞ്ഞു, പക്ഷേ അവൾ അവിടെ ഇല്ലായിരുന്നു. കാറ്റ് മാത്രം അവശേഷിച്ചു. പെട്ടെന്നൊരു കറുത്ത പൂച്ച എൻ്റെ ദേഹത്ത് കൂടി ചാടിയപ്പോൾ മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു. അപ്പോൾ ഫോണിൽ വീഡിയോ കോൾ വന്നു. കാളർ നെയിം അവൾ. താഴെ നിന്ന് മൊബൈൽ എടുത്ത് കൈകൾ വിറച്ചുകൊണ്ട് ഞാൻ കാൾ റിസീവ് ചെയ്തു. സ്ക്രീനിൽ ഞാൻ തന്നെ കാണുന്നു ആക്സിഡന്റ് നടന്ന ആ രാത്രി നടന്നത്. അത് ലൈവ് ക്യാമറ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാറിനകത്ത് ഡ്രൈവ് സീറ്റിൽ ഞാൻ, സൈഡ് സീറ്റിൽ അവൾ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്നു. പക്ഷേ വീഡിയോയിൽ ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. അവൾ മെല്ലെ പറഞ്ഞു, ആ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ടെസ്റ്റ് അയച്ചത് ഞാനല്ല, നീ തന്നെയാണ്. എന്റെ ശ്വാസം നിൽക്കാൻ തുടങ്ങി. മൊബൈൽ സ്ക്രീനിൽ ലാസ്റ്റ് ഫ്രെയിം ഫ്രീസായി. ടൈം 11:59 PM. ഇപ്പോൾ ടൈം 11:59 PM. അവൾ പിന്നിൽ നിന്ന് ചൂണ്ടിക്കാട്ടി പറഞ്ഞു, റിപ്പീറ്റ്. സഡൻലി ഒരു കാർ ലൈറ്റ് നേരെ എന്റെ മേൽ വീണു. മൊബൈൽ സ്ക്രീൻ ബ്ലാങ്ക് ആവുന്നു. സഡൻ ബ്രേക്ക് ഇടുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നു. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ മൊബൈലിൽ വരുന്നു. ആക്സിഡന്റ് റിപ്പോർട്ട് ഉണ്ട്, വാലന്റൈൻസ് നൈറ്റ്. അവന് എന്തു പറ്റി? 3-ാം ഭാഗത്തിനായി വെയിറ്റ് ചെയ്യുക. പുതിയ വീഡിയോ നിങ്ങളിൽ പെട്ടെന്നെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും അറിയിക്കുക.